വിന്യാസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു എക്സാം നോക്കിക്കഴിഞ്ഞാലും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് IC എഞ്ചിൻസ്. അപ്പൊ IC എഞ്ചിൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് IC എഞ്ചിൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ കടക്കുന്നതിന് മുമ്പ് എന്താണ് ഹീറ്റ് എഞ്ചിൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണ് ഒരു ഹീറ്റ് എഞ്ചിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേര് തന്നെ ഉണ്ടല്ലേ, ഒരു എനർജി കൺവേർഷൻ ഡിവൈസ് ആണ് ഹീറ്റ് എഞ്ചിൻ അല്ലെ. ഹീറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇൻപുട്ടിനെ മറ്റു എന്തോ ഒരു എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരാളാണ് ഹീറ്റ് എഞ്ചിൻ. എന്താണ് എനർജി കൺവേർഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളാണ് ഹീറ്റ് എഞ്ചിൻ നമ്മൾ പറയും. ഇപ്പോൾ ഒരു ഫിഗർ ഒക്കെ നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഒരു ഫിഗർ, ഒരു IC എഞ്ചിന്റെ ഫിഗർ തന്നെ കാണിച്ചിരിക്കുന്നത്. ഹീറ്റ് എഞ്ചിന്റെ നമ്മൾ പഠിക്കാൻ പോകുന്ന IC എഞ്ചിൻ എന്ന് പറയുന്നത് ഹീറ്റ് എഞ്ചിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ തന്നെയാണ്. സെപ്പറേറ്റ് അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കാം. അപ്പൊ ഏറ്റവും ബ്രീഫ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് ഒരു ഹീറ്റ് എഞ്ചിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരു മെഷീൻ ആണ്, അല്ലെങ്കിൽ ഡിവൈസ് ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഒരു ഡിവൈസ് ആണ്. എന്താണ് അയാൾ ചെയ്യുന്നത്? ഹീറ്റ് എനർജി എന്ന് പറയുന്ന ഇൻപുട്ടിനെ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന ആളാണ് ഹീറ്റ് എഞ്ചിൻ. ഇത് ചോദിക്കാറുണ്ട്. ഹീറ്റ് എഞ്ചിൻ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ് എന്ന് പറഞ്ഞിട്ട് പല പല ഓപ്ഷൻസ് മാറ്റി തരും. വ്യക്തമായിട്ട് പഠിക്കുക. ഒറ്റ ആൻസറേ ഉള്ളൂ. ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ വർക്കാക്കി മാറ്റുന്ന ആളാണ് ഹീറ്റ് എഞ്ചിൻ. ഓക്കെ, ദെൻ ഹീറ്റ് എനർജി സപ്ലൈ ടു ദ എഞ്ചിൻ ബൈ ബേണിംഗ് ദ ഫ്യൂൽ. അപ്പൊ എങ്ങനെയാണ് ഒരു ഹീറ്റ് എഞ്ചിനകത്ത് ഈ പറയുന്ന ഹീറ്റ് എനർജി ഇൻപുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹീറ്റ് എനർജി ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അത് എന്തോ ഒരു ഫ്യൂവലിനെ ബേൺ ചെയ്തിട്ടാണ്. അത് ഡീസൽ ആവാം, അത് പെട്രോൾ ആവാം, അത് കോൾ ആവാം, ഇനി കെറോസിൻ ആവാം, എന്തോ ആയിക്കോട്ടെ, ഒരു ഫ്യൂവലിനെ ബേൺ ചെയ്തിട്ടാണ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് അവിടെ ഹീറ്റ് എനർജിയെ സപ്ലൈ ചെയ്യുന്നത്. ദെൻ ആ മെഷീൻ അല്ലെങ്കിൽ ആ ഡിവൈസ്, ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്ന ഡിവൈസ് എന്ത് ചെയ്യും? കിട്ടുന്ന ആ ഹീറ്റ് ഇൻപുട്ടിനെ അയാൾ മെക്കാനിക്കൽ എനർജി ആക്കി അല്ലെങ്കിൽ മെക്കാനിക്കൽ വർക്ക് ആയിട്ട് മാറ്റും. ആ മെക്കാനിക്കൽ വർക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വാഹനം ഓടിക്കാം. ഈ എഞ്ചിനെ കൊണ്ട് ഒരു ഓട്ടോമൊബൈൽ വെച്ച് കഴിഞ്ഞാൽ ആ ഓട്ടോമൊബൈൽ ഓടും അല്ലെ. നമുക്ക് കിട്ടിയ മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് നമ്മളെ വാഹനത്തെ ഓടിക്കുന്നു. കാറ്, ജീപ്പ്, ബസ്, ബൈക്ക്, ലോറി, ഇതൊക്കെ എന്താണ്? ഇങ്ങനെ ഒരു ഹീറ്റ് എഞ്ചിൻ വെച്ച് വർക്ക് ചെയ്യുന്ന ആളാണ്. ഇനി പഴയകാല സ്റ്റീം എഞ്ചിൻ, അയാളും ഒരു ഹീറ്റ് എഞ്ചിൻ ആണ്. ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ മനസ്സിലാവട്ടോ ഇവരൊക്കെ തമ്മിൽ എന്താ വ്യത്യാസം എന്നുള്ളത്. സ്റ്റീം എഞ്ചിൻ ഇപ്പൊ പഴയ കപ്പലുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന സ്റ്റീം എഞ്ചിൻ, അല്ലെങ്കിൽ ലോക്കോമോട്ടീവ്സിൽ ഉപയോഗിച്ചിരുന്ന ആ ഒരു എഞ്ചിൻ, ഇതൊക്കെ എന്ത് തന്നെയാണ്? ഹീറ്റ് എഞ്ചിന്റെ ക്ലാസിഫിക്കേഷനിൽ പെടുന്നതാണ്. ഇവരൊക്കെ ബേസിക്കലി എന്ത് തന്നെയാണ് ചെയ്യുന്നത്? കിട്ടുന്ന ഇൻപുട്ട് ആയ ഹീറ്റ് എനർജിയെ അയാൾ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റും. ഓക്കെ, അതാണ് അയാളുടെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇയാളുടെ ആ ഒരു ക്ലാസിഫിക്കേഷൻസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഹീറ്റ് എഞ്ചിൻ പല രീതിയിൽ, ഒരുപാട് രീതിയിൽ നമുക്ക് ഇയാളെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമുള്ള ക്ലാസിഫിക്കേഷൻസ് മാത്രമാണ് നമ്മളിവിടെ പറയുന്നുള്ളൂ. നോക്കിയേ, ഫസ്റ്റ് വൺ ആണ് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. ഏതൊരു സിലബസ് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ പേര് തന്നെ, സബ്ജക്റ്റിന്റെ പേര് തന്നെ ആയിരുന്നില്ലേ, IC എഞ്ചിൻസ് എന്നായിരുന്നു. IC എഞ്ചിൻസ് അല്ലെ. എന്താണ് ഈ IC എഞ്ചിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻസ് എന്ന് പറയാം. ആ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് പറയുന്നത് എന്തിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്? ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരാളുടെ ക്ലാസിഫിക്കേഷൻ ആണ്. ദെൻ വീണ്ടും നോക്കിയേ, എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻസ് അല്ലെങ്കിൽ EC എഞ്ചിൻസ് എന്നും പറയാം. EC എഞ്ചിൻസ്, ഇയാളെ കുറിച്ച് ജസ്റ്റ് അതിന്റെ ഡെഫിനേഷനും ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം അറിഞ്ഞാൽ മതി. കാരണം നമ്മുടെ സിലബസിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കില് വരാൻ പോകുന്ന ആള് IC എഞ്ചിൻ ആണ്, അതായത് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ആണ്. അപ്പൊ ഈ എഞ്ചിൻ പഠിക്കുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതൊരു ടേം വന്നു കഴിഞ്ഞാലും അതിന്റെ ആ ഒരു വേർഡ് മീനിങ്ങിൽ തന്നെ അതിന്റെ ഡെഫിനേഷൻ കാണും. നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഒരു ടേം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിയേ, ഹീറ്റ് എഞ്ചിൻ എന്താണ് മനസ്സിലായേ? ഹീറ്റ് ഇൻപുട്ട് ആയിട്ട് കൊടുത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഹീറ്റ് എഞ്ചിൻ. ഇനി അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ പറയാണ് IC എഞ്ചിൻ, ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ അല്ലെ. ഇന്റേണൽ കമ്പസ്റ്റൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഒരു ബേണിംഗ് പ്രോസസ് ആണല്ലോ, അത് നമുക്കറിയാം. കമ്പസ്റ്റൻ എന്ന് പറഞ്ഞാൽ കത്തുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു ബേണിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ കമ്പസ്റ്റൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇന്റേണൽ കമ്പസ്റ്റൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എന്തിന്റെയോ അകത്താണ് കമ്പസ്റ്റൻ നടക്കുന്നതെന്ന് ആ വേർഡ് മീനിങ്ങിൽ തന്നെ നമുക്ക് കിട്ടും. ഇന്റേണൽ കമ്പസ്റ്റൻ, അതായത് നമ്മൾ എഞ്ചിൻ പഠിക്കുമ്പോൾ അവിടെ മെയിൻ ആയിട്ട് വരാൻ പോകുന്നതാണ് ഒരു സിലിണ്ടർ, എഞ്ചിന്റെ സിലിണ്ടർ എന്ന് പറയും. ഈ സിലിണ്ടറിന്റെ അകത്താണ് ഈ ഫ്യൂവല് കത്തുന്നതെങ്കിൽ, ഒരു ഫ്യൂവൽ സപ്ലൈ ചെയ്യുമല്ലോ നമ്മൾ, പെട്രോളോ ഡീസലോ എന്തെങ്കിലും നമ്മൾ സപ്ലൈ ചെയ്യണം. അപ്പോ ഈ സിലിണ്ടറിന്റെ അകത്തേക്ക് സപ്ലൈ ചെയ്യുന്ന ഈ ഫ്യൂവല് ആ സിലിണ്ടറിന്റെ അകത്ത് തന്നെയാണ് കത്തുന്നതെങ്കിൽ അതാണ് എന്ത്? ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. നോക്കിയേ, കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ എഞ്ചിൻ സിലിണ്ടർ. എഞ്ചിൻ സിലിണ്ടറിന്റെ അകത്ത് വെച്ചിട്ട് തന്നെ കമ്പസ്റ്റൻ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഹീറ്റ് എഞ്ചിനെ നമ്മൾ എന്ത് വിളിക്കും? നമ്മളയാളെ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ സാധാരണ റൂട്ടിൽ കാണുന്ന വാഹനങ്ങളിലൊക്കെ ഘടിപ്പിച്ചിരിക്കുന്ന എല്ലാ എഞ്ചിൻസും എന്താണ്? ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ആണ്. ഡീസൽ എഞ്ചിൻ, പെട്രോൾ എഞ്ചിൻ, ഇനി ഗ്യാസ് ഉപയോഗിച്ച് LPG പോകുന്നുണ്ടെങ്കിൽ അത് CNG ആണെങ്കിൽ അങ്ങനെ, എന്തോ ആയിക്കോട്ടെ,
ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ട് നമ്മൾ പറയുന്ന എല്ലാ എഞ്ചിൻസും എന്താണ്, നോർമലി കാണുന്ന എല്ലാ എഞ്ചിൻസും എന്താണ്, അത് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ അല്ലെങ്കിൽ IC എഞ്ചിൻ ആണ്, IC എഞ്ചിൻ ആണ്. അങ്ങനെയാണെങ്കിൽ ആരാണ് എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ അല്ലെങ്കിൽ EC എഞ്ചിൻ എന്ന് പറയുന്നത്? അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്റ്റീം എഞ്ചിൻ ആണ്. അപ്പൊ പഴയകാല കപ്പലുകളിലൊക്കെ നമ്മൾ കണ്ടിരുന്ന എഞ്ചിൻസ് ഉണ്ടല്ലോ, അതെന്താണ്, സ്റ്റീം എഞ്ചിൻ ആണ്. അല്ലെ പഴയകാല തീവണ്ടി എന്ന് പറയുന്നതാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ട്രെയിൻ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് എന്താണ്, ഇപ്പോഴും നമ്മൾ തീവണ്ടി എന്ന് പറഞ്ഞാലും പഴയ കാലത്താണ് ശരിക്കും ആ വേർഡ് മീനിങ്ങിൽ തീവണ്ടിക്ക് ആ ഒരു എന്താണ് കറക്റ്റ് അർത്ഥം വരുന്നത്. കാരണം എന്താ, ഇതുപോലെ കോള് കത്തിച്ചിട്ട് ആണെന്ത് നമ്മൾ ഹീറ്റ് എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഹീറ്റ് എനർജി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റീം ജനറേറ്റ് ചെയ്യും, വെള്ളം തിളപ്പിച്ച് സ്റ്റീം ജനറേറ്റ് ചെയ്യും. ആ സ്റ്റീം എനർജി, ആ ഹീറ്റ് എനർജി ഉപയോഗിച്ചിട്ടാണ് എന്ത് നമ്മുടെ ആ ലോക്കോമോട്ടീവ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്, അതായത് പ്രൊപ്പൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ബൈ വേർഡ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ എന്തായിരിക്കും, കമ്പസ്റ്റൻ നടക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിലിണ്ടറിന്റെ അകത്ത് അല്ല, വേറെ എവിടെയോ കമ്പസ്റ്റൻ നടക്കുന്നു. അതായത് നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞ സ്റ്റീം എഞ്ചിന്റെ മെയിൻ ആ ഒരു കമ്പസ്റ്റൻ എവിടെയാണ്, കോള് കത്തിക്കുകയാണല്ലേ, കൽക്കരി കത്തിക്കുകയാണ്. ആ കൽക്കരി കത്തിച്ചുണ്ടാവുന്ന ഹീറ്റ് കൊണ്ട് സ്റ്റീം ജനറേറ്റ് ചെയ്യണം. എന്നിട്ട് ആ സ്റ്റീമിന്റെ എനർജി വെച്ചിട്ടാണ് എന്ത് ഇയാള് പ്രൊപ്പല് ചെയ്യപ്പെടുന്നത്. അതായത് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു സിലിണ്ടറിന്റെ അകത്ത് വെച്ചിട്ടല്ല, മറ്റെവിടെയോ പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റ് എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ എഞ്ചിൻ വർക്ക് ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ മറ്റെന്തോ ആ എഞ്ചിൻ ഉപയോഗിക്കുന്ന ഒരു വാഹനം പ്രൊപ്പല് ചെയ്യപ്പെടുന്നത് അല്ലെ. നോക്കിയേ, കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ ടേക്സ് പ്ലേസ് ഔട്ട്സൈഡ് ദി വർക്കിംഗ് സിലിണ്ടർ. ആ വർക്കിംഗ് സിലിണ്ടറിന്റെ പുറത്ത് എവിടെയോ ആണ് അവിടെ കമ്പസ്റ്റൻ നടക്കുന്നതെങ്കിൽ അയാളെ ഞാൻ എന്ത് വിളിക്കും, EC എഞ്ചിൻ എന്ന് ഞാൻ വിളിക്കും. അതിന്റെ എക്സാമ്പിൾ ആണ് സ്റ്റീം എഞ്ചിൻ. സ്റ്റീം എഞ്ചിൻ എന്ന് പറയുന്ന ആളൊരു എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ എന്താ പറഞ്ഞത്, തൊട്ട് മുന്നേ നമ്മൾ ഹീറ്റ് എഞ്ചിൻ എന്താന്ന് പറഞ്ഞു, വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളാണ് ഹീറ്റ് എഞ്ചിൻ. ദെൻ അതിന്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുന്നത് കമ്പസ്റ്റൻ എവിടെയാണ് നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അയാൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. IC എഞ്ചിൻ അഥവാ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്നും EC എഞ്ചിൻ അഥവാ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്നും. നമ്മൾ പറയുന്ന എഞ്ചിൻ സിലിണ്ടറിന്റെ അകത്ത് തന്നെയാണ് കമ്പസ്റ്റൻ നടക്കുന്നതെങ്കിൽ അയാളെ നമ്മൾ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ദെൻ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ഇപ്പൊ എന്തായിരുന്നു, ആ വർക്കിംഗ് സിലിണ്ടർ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മെയിൻ സിലിണ്ടറിന്റെ പുറത്ത് വെച്ചിട്ടാണ് ആ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതെങ്കിൽ അയാളെ നമ്മൾ എന്ത് വിളിക്കും, എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് വിളിക്കും. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണിത് സ്റ്റീം എഞ്ചിൻ അല്ലെ. അല്ലെങ്കിൽ പഴയകാല ലോക്കോമോട്ടീവ്സിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന എഞ്ചിൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ആരാണ്, അയാൾ ഒരു എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇയാളെ ഉപേക്ഷിക്കുകയാണ്. എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനെ കുറിച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. മെയിൻ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും അതിന്റെ പല വീണ്ടും അതിന്റെ ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അത് എന്തിന്റെ അണ്ടറിലാണ് വരുന്നത്, ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻസിനെ കുറിച്ച് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഇതിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ, എന്താണ് എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ, എന്താണ് അതിന്റെ എക്സാമ്പിൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ നമുക്ക് ഇയാളെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, വീണ്ടും IC എഞ്ചിൻസിനെ ക്ലാസിഫൈ ചെയ്യണം. ശ്രദ്ധിക്കാട്ടോ, ഹീറ്റ് എഞ്ചിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു, IC എഞ്ചിനും എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനും. അവിടെ നമ്മൾ ആൾ ഉപേക്ഷിച്ചു, എക്സ്റ്റേണൽ കമ്പസ്റ്റൻ നമ്മൾ ഉപേക്ഷിച്ചു. ഇനി ആരാണ്, IC എഞ്ചിന്റെ ക്ലാസിഫിക്കേഷൻ മാത്രമാണ് നമുക്ക് സിലബസ് പ്രകാരം പഠിക്കാനുള്ളൂ. ഓക്കെ, നമ്പർ ഓഫ് സ്ട്രോക്സിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. നിലവിൽ എന്താണ് സ്ട്രോക്ക് എന്ന് നിങ്ങൾക്ക് പിടിയൊന്നും ഉണ്ടാവില്ല, കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ തന്നെ എന്താണ് സ്ട്രോക്ക് അങ്ങനത്തെ കുറച്ച് ടേംസ് ഒക്കെ പഠിക്കാം. ജസ്റ്റ് ഒന്ന് കണ്ടുപോവുക. നമ്പർ ഓഫ് സ്ട്രോക്സിന്റെ അടിസ്ഥാനത്തിൽ IC എഞ്ചിൻസിനെ 2 സ്ട്രോക്ക് എഞ്ചിൻ എന്നും 4 സ്ട്രോക്ക് എഞ്ചിൻ എന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സെപ്പറേറ്റ് പഠിക്കാനുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ്, ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ വീണ്ടും അടുത്ത ക്ലാസിഫിക്കേഷൻ, ഏത് തെർമോഡൈനാമിക് സൈക്കിളിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ കൊടുക്കുന്ന ഹീറ്റ് അഡീഷന്റെ പ്രത്യേകത എന്താണ്. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഒരു ഐഡിയയും കിട്ടൂല, കുഴപ്പമില്ല. ഒരു എഞ്ചിന്റെ പ്രത്യേകത ഇങ്ങനെയാണ്. ഒറ്റ ക്ലാസ്സിൽ നമുക്ക് ഇയാളെ പഠിച്ചെടുക്കൽ ബുദ്ധിമുട്ടാണ്. മുന്നോട്ടുള്ള ടോപ്പിക്കുകൾ നീങ്ങുന്തോറാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയി വരും. ജസ്റ്റ് കേട്ടിരിക്കുക, കേട്ടിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു വിടും. അതിനുശേഷം ഇതൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി വന്നു. ഓക്കെ, തെർമോഡൈനാമിക് സൈക്കിൾ എന്തോ ഒരു സൈക്കിളിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം അത്രയും മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഹീറ്റ് അഡീഷന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് എനിക്ക് വീണ്ടും IC എഞ്ചിൻസിനെ ക്ലാസിഫൈ ചെയ്യാം. ഓട്ടോ സൈക്കിളിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിൻ, ഡീസൽ സൈക്കിളിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിൻ, ദെൻ സെമി ഡീസൽ എഞ്ചിൻ അല്ലെങ്കിൽ ഡ്യുവൽ സൈക്കിളിന് വർക്ക് ചെയ്യുന്ന എഞ്ചിൻസ് എന്നൊക്കെ പറയും. സെപ്പറേറ്റ് പഠിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ എന്താ ചെയ്തത്, IC എഞ്ചിൻസിനെ ക്ലാസിഫൈ ചെയ്തു. എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തില്, നമ്പർ ഓഫ് സ്ട്രോക്സിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, 2 സ്ട്രോക്ക് എന്നും 4 സ്ട്രോക്ക് എന്നും. വീണ്ടും
ഏത് തെർമോഡൈനാമിക് സൈക്കിളിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നിങ്ങളുടെ എഞ്ചിനകത്തേക്ക് ഹീറ്റ് അഡിഷൻ നടക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഓട്ടോ സൈക്കിൾ എഞ്ചിൻ എന്നും ഡീസൽ സൈക്കിൾ എഞ്ചിൻ എന്നും സെമി ഡീസൽ എഞ്ചിൻ എന്നും നമ്മളെ ക്ലാസിഫൈ ചെയ്തു. ഇതിനെ മറ്റൊരു പേരും വിളിക്കാറുണ്ട്, എന്താണ്? ഡ്യുവൽ സൈക്കിൾ എഞ്ചിൻ. സെമി ഡീസൽ എഞ്ചിന് ഡ്യുവൽ സൈക്കിൾ എഞ്ചിൻ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഒന്ന് നോട്ട് ചെയ്യാം. അപ്പൊ ഇതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഡ്യുവൽ എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലേ ഇരട്ട, രണ്ട് എന്നുള്ള മീനിങ് ഒക്കെയാണ്. നമുക്ക് പുറകെ നമുക്ക് നോക്കാം എന്താണ് ആ പേര് വരാൻ കാരണം എന്നുള്ളത്. ദെൻ ഇനി ഇത് മാത്രമാണോ ക്ലാസിഫിക്കേഷൻ? ഇല്ല. നമ്മളിപ്പോ ഒരു എഞ്ചിൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും കൂളിംഗ് സിസ്റ്റം നേട്ടിട്ടുണ്ടാവും, ലൂബ്രിക്കേഷൻ സിസ്റ്റം നേട്ടിട്ടുണ്ടാവും അല്ലെ? ആ കൂളിംഗ് സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും എഞ്ചിനെ ക്ലാസിഫൈ ചെയ്യാം. ലൂബ്രിക്കേഷൻ സിസ്റ്റം, ഏത് ടൈപ്പ് ലൂബ്രിക്കേഷൻ ആണ് ഓയിലൊക്കെ സപ്ലൈ ചെയ്യുന്നത്, ഏത് ടൈപ്പ് ആണ്, അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും നിങ്ങൾക്ക് ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഐസി എഞ്ചിൻസ് അണ്ടറിൽ വരുന്നുണ്ട്. തൽക്കാലം ഇത്രയും വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. നമുക്ക് ആവശ്യമുള്ള ഏറ്റവും കോമ്പാക്ട് ആയിട്ടുള്ള രീതിയിൽ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യണം. ഇനി നമ്മൾ ഐസി എഞ്ചിൻ പഠിക്കുന്നതിന് മുന്നേ നമുക്കുള്ള ടേംസ് അറിയണം, അഥവാ ടെർമിനോളജി അറിയണം. ഇപ്പൊ തൊട്ട് മുന്നേ ഞാൻ നിങ്ങളോട് സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു ടേം പറഞ്ഞല്ലേ, നമ്പർ ഓഫ് സ്ട്രോക്കിന്റെ അടിസ്ഥാനത്തിൽ 2 സ്ട്രോക്ക് എന്നും 4 സ്ട്രോക്ക് എന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞപ്പോ സ്ട്രോക്ക് എന്താണെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാർ കാണും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഐസി എഞ്ചിൻ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യമായുള്ള ടെർമിനോളജി അറിയണം, അഥവാ ടേംസ് അറിയണം. ഒരു ക്വസ്റ്റ്യനിൽ ഐസി എഞ്ചിന്റെ ഒരു ക്വസ്റ്റ്യനിൽ ബോർ എന്ന് പറയുന്ന ടേം കണ്ടാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ടോപ്പ് ഡെഡ് സെന്റർ അല്ലെങ്കിൽ ടി ഡി സി എന്ന് പറയും, ടി ഡി സി, അല്ലെങ്കിൽ ബോട്ടം ഡെഡ് സെന്റർ ബി ഡി സി, സ്ട്രോക്ക് അല്ലെങ്കിൽ കംപ്രഷൻ റേഷ്യോ, ഇങ്ങനെ കുറെ ടേംസ് നമുക്ക് ഈ ടെർമിനോളജിയുടെ ഭാഗമായിട്ട് കാണാൻ പറ്റും. ആദ്യമായിട്ട് കേൾക്കുമ്പോൾ പല ബുദ്ധിമുട്ട്, അയ്യോ എന്താണ് ടി ഡി സി, എന്താണ് ബി ഡി സി, എന്താണ് സ്ട്രോക്ക്, എന്താണ് ബോർ, ഇങ്ങനെ കുറെ സംശയങ്ങൾ നമുക്ക് വന്നേക്കാം. കുഴപ്പമില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. ഇത് ഒരുപാട് തവണ വായിക്കുന്നത് കൊണ്ട് വലിയ കഥയൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണേ, ഞാനൊരു ഫിഗർ വെച്ചിട്ട് ഇയാളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നിട്ട് വേണമെങ്കിൽ നമുക്കൊന്നുകൂടി തിരിച്ചു വരാം. നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് ഒരു എഞ്ചിൻ സിലിണ്ടർ കാണും, എഞ്ചിൻ സിലിണ്ടർ. അപ്പൊ ഒരു 3D എന്നുള്ള രീതിയിൽ ഇയാൾ നോക്കുക കേട്ടോ. അപ്പൊ ഇതിൽ അത്യാവശ്യം വേണ്ട കുറച്ച് കമ്പോണൻസ് ഒന്ന് പരിചയപ്പെടുത്താൻ, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു സിലിണ്ടർ. ഇത്രയും ഈ കാണുന്നതൊക്കെ എന്താണ്? സിലിണ്ടർ ആണ്, എഞ്ചിന്റെ സിലിണ്ടർ അല്ലെ? ദെൻ ഇതാണ് അതിന്റെ അകത്തുള്ള ഒരു റെസിപ്രോക്കേറ്റിംഗ് കമ്പോണന്റ് ആയിട്ടുള്ള പിസ്റ്റൺ. പിസ്റ്റൺ എന്ന് പറയുന്ന ആള് ഇയാളാണ്. പിസ്റ്റന്റെ പ്രത്യേകത എന്താ? നിങ്ങളൊരു സിറിഞ്ചും അതിന്റെ അകത്തൊരു പ്ലഞ്ചർ അല്ലേ, അത് ആലോചിച്ചാൽ മതി. ആ സിറിഞ്ചിന്റെ ഒരു ഔട്ടർ ബോഡി ഉണ്ടല്ലോ, അതാണ് ആ സിലിണ്ടർ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്ത് അല്ലെ പറയുന്നത്. ദെൻ അതിന്റെ അകത്തൊരു പ്ലഞ്ചർ അല്ലേ, ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ഒരു മൂവ് ചെയ്യുന്ന, അതെന്താണ്? ഒരു പിസ്റ്റൺ ടൈപ്പ് ആണ് അല്ലെ? അപ്പൊ ഒരു സിലിണ്ടറും അതിന്റെ അകത്തൊരു പിസ്റ്റണും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ദെൻ ആ പിസ്റ്റണെ നമ്മൾ ഒരു കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്ന ഒരാളെ വെച്ചിട്ട് ഒരു ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് വിളിക്കും. പുറകെ പിന്നീട് നമുക്ക് പഠിക്കാം. ജസ്റ്റ് ഫിഗറിൽ കാണുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് പിസ്റ്റൺ എന്ന് പറയുന്ന ആള് മൂവ്മെന്റ് എങ്ങനെയാ? റെസിപ്രോക്കേറ്റിംഗ് ആണല്ലേ. പിസ്റ്റന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്? റെസിപ്രോക്കേറ്റിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ അയാൾ മുകളിലേക്ക് പോകും, താഴേക്ക് വരും, മുകളിലേക്ക് പോകും, താഴേക്ക് വരും. ഇതാണ് അയാളുടെ റെസിപ്രോക്കേറ്റിംഗ് ആക്ഷൻ എന്ന് പറയുന്നത്. നമ്മളെ വണ്ടി അല്ലെങ്കിൽ ഒരു വാഹനം, ഒരു ഓട്ടോമൊബൈൽ എന്ന് പറയുന്ന ആൾ അങ്ങനെയാണോ പോകുന്നത്? അല്ലെങ്കിൽ ഒരു എഞ്ചിൻ എന്ന് പറയുന്ന ആളുടെ ഔട്ട് നോക്കി കഴിഞ്ഞാൽ അങ്ങനെയാണോ? റൊട്ടേഷൻ അല്ലേ? എഞ്ചിന്റെ ഔട്ട് എന്താണ്? റൊട്ടേഷൻ ആണ്. ആ റൊട്ടേഷൻ തരുന്നത് ഒരു ഷാഫ്റ്റ് ആണ്. ആ ഷാഫ്റ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ക്രാങ്ക് ഷാഫ്റ്റ്. ഈ ടേംസ് ഒക്കെ നമ്മൾ അറിയാം, ടേംസ് ഒക്കെ അറിഞ്ഞിരിക്കണം. ക്രാങ്ക് ഷാഫ്റ്റ്. അപ്പൊ പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുകയാണെങ്കിലും എനിക്ക് ഔട്ട് കിട്ടേണ്ടത് എന്താണ്? റൊട്ടേഷൻ ആണ്. ഓക്കെ, ആ റൊട്ടേഷൻ തരുന്നത് ആരാണ്? ക്രാങ്ക് ഷാഫ്റ്റ്. അങ്ങനെ വെറുതെ ഒരു പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ വെറുതെ വേറെ എവിടെയോ നിൽക്കുന്ന ക്രാങ്ക് ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവരെ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു ആളാണെന്ത്? റോഡാണെന്ത്? കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്ന ആൾ. പിസ്റ്റണെയും ക്രാങ്ക് ഷാഫ്റ്റിനെയും നമ്മൾ കണക്റ്റിംഗ് റോഡ് വെച്ച് കണക്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യും? പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ കണക്റ്റിംഗ് റോഡ് എന്ത് ചെയ്യും? ഈ ക്രാങ്ക് ഷാഫ്റ്റിനെ റോട്ടറി മോഷൻ ആക്കി മാറ്റും. ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഫിഗർ ടെസ്റ്റ് പറയുന്നുള്ളൂ. ഇനി ഇയാളുടെ ടെർമിനോളജി എന്ന് പറയുമ്പോൾ ഓരോ ടേംസ് നമ്മൾ അറിയണം. അപ്പൊ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മായ്ക്കാണ്. നോക്കിയേ, ഇതേ നമ്മൾ കണ്ട ടൈം ഉണ്ടല്ലേ, ബോർ തൊട്ട് മുന്നത്തെ കണ്ടില്ലേ? ഇതേ കിടക്കണ സ്ട്രോക്ക്, ടി ഡി സി ടോപ്പ് ഡെഡ് സെന്റർ, ബി ഡി സി ബോട്ടം ഡെഡ് സെന്റർ, ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാം. പിന്നെ അത് കൂടാതെ ക്ലിയറൻസ് വോളിയം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്, നമുക്ക് സെപ്പറേറ്റ് നോക്കാം. അപ്പൊ എന്താണ് ബോർ എന്ന് ആദ്യം പഠിക്കണം. ബോർ മനസ്സിലാക്കുക. ബോർ എന്ന് പറഞ്ഞാൽ അയാള് നമ്മുടെ എഞ്ചിൻ സിലിണ്ടറിന്റെ ഇൻസൈഡ് ഡയാമീറ്റർ ആണ്. എഞ്ചിൻ സിലിണ്ടറിന്റെ ഇൻസൈഡ് ഡയാമീറ്റർ ആണ്. എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ പറയാൻ കാരണം? ഇതാണ് എഞ്ചിൻ സിലിണ്ടർ അല്ലെ? ഇതാണ് എഞ്ചിൻ സിലിണ്ടർ. ഈ എഞ്ചിൻ സിലിണ്ടറിന് ഒരു തിക്നെസ് ഉണ്ടല്ലോ,
ഒരു തിക്നെസ്, ഒരു കട്ടി ഉണ്ടല്ലോ അല്ലെ. അപ്പൊ എനിക്ക് എന്ത് പറയാം, ദേ ഇവിടെ ഒരു ഡയാമീറ്റർ എനിക്ക് അളക്കാൻ പറ്റും, ഒരു ഡയാമീറ്റർ എനിക്ക് അളക്കാൻ പറ്റും ഈ സിലിണ്ടറിന്റെ. അതുപോലെ എനിക്ക് ഇത്രയും ഒരു ഡയമീറ്റർ അളക്കാം, അതിന്റെ ഔട്ടർ വാൾ വെച്ചിട്ട് എനിക്ക് ഒരു ഡയമീറ്റർ പറയാം അല്ലെ. അപ്പൊ ബോർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എഞ്ചിന്റെ ഇൻസൈഡ് ഡയാമീറ്റർ ആണ്. മനസ്സിലാക്കുക, എഞ്ചിന്റെ ഇൻസൈഡ് ഡയാമീറ്ററിനെ വിളിക്കുന്ന പേരാണ് ബോർ. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ബോർ ഡയാമീറ്റർ എന്ന് ചിലപ്പോൾ കാണും, എന്നാലും സാധാരണ ബോർ എന്ന് പറഞ്ഞാൽ അതെന്താ, അത് ഡയാമീറ്റർ ആണെന്ന് മനസ്സിൽ വന്നോളാം. ഇനി അടുത്ത ആളെന്താണ്, സ്ട്രോക്ക് അല്ലെ. അപ്പൊ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ ഒരു ലെങ്ത് ആണ്. സ്ട്രോക്ക് എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ ലെങ്ത് ആണ്. ചിലപ്പോ സ്ട്രോക്ക് ലെങ്ത് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടേക്കാം. ജസ്റ്റ് വെറുതെ സ്ട്രോക്ക് എന്ന് കണ്ടാലും എന്താണ്, നമ്മൾ ബോർ എന്ന് കണ്ടാൽ അത് ഡയാമീറ്റർ ആണ്, ബോർ ഡയാമീറ്റർ ആണെന്ന് പറഞ്ഞ പോലെ വെറുതെ സ്ട്രോക്ക് എന്ന് കണ്ടാലും എന്ത് മനസ്സിലാക്കണം, അത് സ്ട്രോക്ക് ലെങ്ത് ആണെന്ന് മനസ്സിലാക്കണം. അപ്പൊ എവിടെയോ മുതൽ അല്ലെ, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആണ്, എവിടെ നിന്ന് അളന്നു കഴിഞ്ഞാൽ സ്ട്രോക്ക് കിട്ടും, അതറിയണമെങ്കിൽ ആരറിയണം, എന്താണ് ടോപ്പ് ഡെഡ് സെന്റർ, എന്താണ് ബോട്ടം ഡെഡ് സെന്റർ നമ്മൾ അറിയണം. ശ്രദ്ധിക്കാം, ഈ പിസ്റ്റൺ എന്ന് പറയുന്ന ആള് മുകളിലേക്ക് പോകും അല്ലെ, മൂവ് ചെയ്യും, അതുപോലെ താഴേക്ക് മേലെ പോകും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസിപ്രോക്കേറ്റിംഗ് ആക്ഷൻ എന്ന് നമ്മളോട് പറയുന്നത്. അപ്പൊ ഈ റെസിപ്രോക്കേറ്റിംഗ് ആക്ഷനില് ഇയാൾക്കൊരു ലിമിറ്റ് വേണ്ടേ, എവിടെയെങ്കിലും പോയിട്ട് മൊത്തത്തിൽ മുകളിലേക്ക് അവിടെ പോയണം, ഈ സിലിണ്ടറും തള്ളി തുറന്ന മുകളിലേക്ക് പോകണം, ഇല്ല, ഒരു പ്രത്യേക സ്ഥലത്ത് എന്ന് അയാൾ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ആവണം. സിമിലർലി ഇയാളെ താഴേക്ക് വന്നിട്ട് ഒരു പ്രത്യേക പോയിന്റ് വെച്ചിട്ട് താഴെ വെച്ച് എന്ത് ചെയ്യണം, അയാൾ സ്റ്റോപ്പ് ആവണം. ആ സ്റ്റോപ്പ് ചെയ്യുന്ന പോയിന്റുകളെയാണ് അത് ടോപ്പിലുള്ളതിനെ ടോപ്പ് ഡെഡ് സെന്റർ എന്നും താഴെയുള്ളതിനെ ബോട്ടം ഡെഡ് സെന്റർ എന്നും വിളിക്കും. അതായത് ബൈ ഡെഫിനിഷൻ നമ്മൾ പറയുകയാണെങ്കിൽ പിസ്റ്റൺ എന്ന് പറയുന്ന ആള് മാക്സിമം ടോപ്പ് പോയിന്റിൽ എത്ര വരെ എത്താം. പിസ്റ്റൺ എന്ന് പറയുന്ന ആള് മുകളിലേക്ക് മൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവിടം വരെ വരും. അതായത് സിലിണ്ടറിന്റെ ഈ ഹെഡ്, തല, ആ സിലിണ്ടറിന്റെ ഹെഡ് ആണല്ലോ കാണുന്നത്, ഈ ഹെഡിൽ പോയിട്ട് നാളെ ഇടിക്കാനൊന്നും പാടില്ല. ഈ ഒരു ക്ലിയറൻസ് വേണം, ഒരു ഗ്യാപ്പ് വേണം. ആ ഗ്യാപ്പ് വരെ എന്ത് ചെയ്യുള്ളൂ, അവിടെ ചെന്ന് നിൽക്കുള്ളൂ. അപ്പൊ ഇയാൾ ഇങ്ങനെ മുകളിലേക്ക് വന്ന് ഇവിടെ വന്ന് നിന്നപ്പോ ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു, ഒരു പോയിന്റ് അതിനോട് മാർക്ക് ചെയ്തു, അതാണ് എന്ത്, ടോപ്പ് ഡെഡ് സെന്റർ. സിമിലർലി മുകളിൽ നിന്നാണ് വീണ്ടും താഴേക്ക് വന്നു, പരമാവധി അയാൾ താഴേക്ക് ഇറങ്ങി വന്നു, ഇവിടെയാണ് പരമാവധി അയാൾ എത്തുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു, ആ പോയിന്റ് പ്രത്യേകം എന്താണ്, അയാളെ നമ്മുടെ ബോട്ടം ഡെഡ് സെന്റർ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ എന്താണ് സ്ട്രോക്ക്, ഈ ടോപ്പ് ഡെഡ് സെന്റർ അഥവാ ടി ഡി സിയുടെയും ഈ ബോട്ടം ഡെഡ് സെന്റർ അഥവാ ബി ഡി സിയുടെയും ഇടയിലുള്ള ദൂരം ഞാൻ അളന്നു നോക്കിയാൽ, സ്കെയിൽ വെച്ച് അളക്കണമെന്ന് വിചാരിക്കുക, അളന്നു നോക്കിയാൽ എനിക്ക് എന്ത് കിട്ടും, ഒരു ഡിസ്റ്റൻസ് മില്ലിമീറ്ററിലോ സെന്റിമീറ്ററിലോ എനിക്ക് പറയാം. അതിനെ എന്ത് വിളിക്കും, അതിനെ സ്ട്രോക്ക് എന്ന് വിളിക്കും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്, ബോർ എന്ന് പറഞ്ഞാൽ സിലിണ്ടറിന്റെ ഇൻസൈഡ് ഡയമീറ്റർ ആണ്. ദെൻ ടോപ്പ് ഡെഡ് സെന്റർ എന്ന് പറഞ്ഞാൽ ഒരു പിസ്റ്റൺ മൂവ് ചെയ്ത് മാക്സിമം എത്ര ടോപ്പ് വരെ മൂവ് ചെയ്യാൻ പറ്റും, മാക്സിമം, ഇതിന് അപ്പുറത്തേക്ക് മൂവ്മെന്റ് അയക്കില്ല, അലോബിൾ അല്ല. ആ മാക്സിമം ടോപ്പ് മോസ്റ്റ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ടോപ്പ് ഡെഡ് സെന്റർ. സിമിലർലി താഴേക്ക് വരുന്ന സമയത്ത് പരമാവധി എത്ര താഴേക്ക് വരെ വരാം, ആ സിലിണ്ടറിന്റെ വീണ്ടും താഴേക്ക് പോകാനായിട്ട് അയാൾക്ക് ഓപ്ഷൻ ഇല്ല. അങ്ങനെ പരമാവധി താഴേക്ക് വരുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണെന്ത്, ബി ഡി സി അഥവാ ബോട്ടം ഡെഡ് സെന്റർ. ഈ ടോപ്പ് ഡെഡ് സെന്ററിന്റെയും ഈ ബോട്ടം ഡെഡ് സെന്ററിന്റെയും ഇടയില് കിട്ടുന്ന ഒരു ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോക്ക്. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു ലെങ്ത് ആണ്. ഓക്കെ, ഇനി നിങ്ങളൊന്ന് തിരിച്ചു പോയി നോക്കിയേ, ഇപ്പൊ ഇത് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, തൽക്കാലം നിങ്ങൾ ഈ ഇൻലെറ്റ് മാനിഫോൾഡ് എക്സോസ്റ്റ് ആണെന്ന് തൽക്കാലം മൈൻഡ് ചെയ്യണ്ട, അതൊക്കെ പുറകെ വരെ നമുക്ക് പഠിക്കാം, അവിടെ കിടക്കട്ടെ. നോക്കിയേ, ഇതാണ് നിങ്ങളുടെ പിസ്റ്റൺ എന്ന് പറയുന്ന ആൾ. ആ പിസ്റ്റൺ എന്ന് പറയുന്ന ആൾക്ക് മാക്സിമം ഇവിടം വരെ വരാം, അതാണ് ടോപ്പ് ഡെഡ് സെന്റർ. വീണ്ടും അയാള് താഴേക്ക് വരുന്ന സമയത്ത് മാക്സിമം ഇവിടം വരെ വരാം, അതിനാണ് നമ്മൾ ബോട്ടം ഡെഡ് സെന്റർ എന്ന് പറയാം. രണ്ടുപേരുടെയും ഇടയിലുള്ളതിന് നമ്മൾ സ്ട്രോക്ക് അഥവാ ഒരു ലെങ്ത് ആണത്, സ്ട്രോക്ക് എന്നാണ് നമ്മളയാളെ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ വായിച്ചാൽ മനസ്സിലാവുമെന്ന് അറിയാൻ ഒന്ന് തിരിച്ചു പോയി നോക്കിയേ. ബോർ എന്താണ്, ബോർ നമ്മൾ പറഞ്ഞു, ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് ദി സിലിണ്ടർ ആണ്. ഇനി അടുത്ത് നോക്കിയേ, ടോപ്പ് ഡെഡ് സെന്റർ. ടോപ്പ് ഡെഡ് സെന്റർ നമ്മൾ എന്താണെന്ന് പറഞ്ഞേ, ദ എക്സ്ട്രീം പൊസിഷൻ റീച്ച്ഡ് ബൈ ദ പിസ്റ്റൺ അറ്റ് ദ ടോപ്പ് ഓഫ് ദ സിലിണ്ടർ ഇൻ ദ വെർട്ടിക്കൽ എഞ്ചിൻ. ഒരു വെർട്ടിക്കൽ എഞ്ചിൻ എടുത്തു കഴിഞ്ഞാൽ ആ പിസ്റ്റണിന് പരമാവധി മുകളിൽ എത്ര വരെ എത്താം, ആ പോയിന്റ് ആണ് ടോപ്പ് ഡെഡ് സെന്റർ. വീണ്ടും അതേ വെർട്ടിക്കൽ എഞ്ചിന്റെ താഴെ വരെ, ബോട്ടം വരെ പരമാവധി അത്ര പിസ്റ്റൺ ഓടി എത്താൻ പറ്റും, ആ പോയിന്റ് വിളിക്കുന്ന പേരാണത് ബോട്ടം ഡെഡ് സെന്റർ എന്ന് പറയുന്നത്. ദെൻ അപ്പൊ വെർട്ടിക്കൽ എഞ്ചിൻ എന്ന് എടുത്തു പറയാൻ കാരണം, വെർട്ടിക്കലി നിൽക്കുന്ന ഒരു എഞ്ചിനാണ് നമുക്ക് ടോപ്പും ബോട്ടവും പറയാൻ പറ്റുള്ളൂ, ശരിയല്ലേ? അതൊരു ഹൊറിസോണ്ടൽ എഞ്ചിൻ ആണെങ്കിൽ അവിടെ എന്ത് പറയാൻ പറ്റില്ല, ഹൊറിസോണ്ടൽ എഞ്ചിൻ ആണെങ്കിൽ അവിടെ എന്ത് പറയാൻ പറ്റില്ല, ടോപ്പും ബോട്ടവും ഉണ്ടോ, ഇല്ല.
അവിടെ പിസ്റ്റൺ എന്ന് പറയുന്ന ആള് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്യുന്നത് അല്ലെ. അവിടെ നമ്മൾ ടോപ്പ് ഡെഡ് സെന്ററും ബോട്ടം ഡെഡ് സെന്ററിന് പകരം നമ്മൾ ഇന്നർ ഡെഡ് സെന്റർ ഔട്ടർ ഡെഡ് സെന്റർ എന്ന ടൈം ഉപയോഗിക്കുക. അത് തൽക്കാലം മനസ്സിൽ വെച്ചാൽ മതി. എന്തുകൊണ്ടാണ് വെർട്ടിക്കൽ എഞ്ചിൻ എടുത്ത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കലി ഇരിക്കുന്ന ഒരു എഞ്ചിനാണ് ടോപ്പും ബോട്ടവും നമുക്ക് അവിടെ പറയാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ എന്താണ് സ്ട്രോക്ക്? ഈ പറയുന്ന ടോപ്പ് ഡെഡ് സെന്ററിന്റെയും ബോട്ടം ഡെഡ് സെന്ററിന്റെയും ഇടയിൽ ഡിസ്റ്റൻസ് അളന്ന് നോക്കിയാൽ കിട്ടും. അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് ലെങ്ത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും. അടുത്ത കുറച്ച് വോളിയത്തെ കുറിച്ച് നമുക്ക് പഠിക്കണ്ടേ, വോളിയം. ഓക്കെ, കുറച്ച് ടൈംസ് കൂടി ഉള്ളു. അടുത്ത നമുക്ക് വോളിയത്തെ കുറിച്ചാണ് പഠിക്കണ്ടേ. അപ്പൊ ഈ വോളിയത്തെ കുറിച്ച് പഠിക്കാനായിട്ട് വീണ്ടും ഞാൻ ഈ സിലിണ്ടറിനെ ഒന്ന് റെപ്രസെന്റ് ചെയ്യണം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് ഞാൻ ഇവിടെ ഒന്ന് റെപ്രസെന്റ് ചെയ്യണം. ഒരു സിലിണ്ടർ, അതില് പിസ്റ്റൺ എന്ന് പറയുന്ന ആളതെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് TDC എന്ന് വിചാരിക്കാം. ഇവിടെ എവിടെയോ BDC ഉണ്ട്, BDC. അപ്പൊ ഞാൻ ജസ്റ്റ് അയാളൊന്ന് ഇങ്ങനെ വരച്ചിട്ടാണ്. പിസ്റ്റൺ ഇവിടെ ജസ്റ്റ് ഡോട്ടർ ലൈനായിട്ട് വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ BDCയുടെ പൊസിഷൻ എന്ന് പറയും. ഇനി അപ്പോ ഇവിടെയാണ് നമ്മൾ പറയുന്ന സ്ട്രോക്ക് ലെങ്ത്. ഞാൻ അയാളെ L എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതായിരുന്നു ആര്? ബോർ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഇന്റേണൽ ഡയാമീറ്റർ എന്ന് പറയുന്നതാണ്. ഇനി കുറച്ച് വോളിയത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഒരു എഞ്ചിനെ പറ്റി പഠിക്കുമ്പോൾ മൂന്നേ വോളിയമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ടോട്ടൽ വോളിയം, ഒന്ന് ടോട്ടൽ വോളിയം, സാധാരണ V എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും, V. ദെൻ രണ്ടാമത്തെയാണ് ക്ലിയറൻസ് വോളിയം. ക്ലിയറൻസ് വോളിയം അയാൾ നമുക്ക് VC എന്ന് വിളിക്കാം. മൂന്നാമത്തെ ആൾക്ക് 3 പേരുണ്ട്. ഒന്നാണ് സ്ട്രോക്ക് വോളിയം, രണ്ടാണ് സ്വെപ്റ്റ് വോളിയം. അയാളുടെ പേരിൽ നിന്ന് നമുക്ക് അയാളുടെ ഡെഫിനിഷൻ കിട്ടും കേട്ടോ. ദെൻ മൂന്നാമത്തെ പേരാണ് ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ്, പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇവിടെ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് വോളിയം എന്ന് പറയണ്ടേ? സാധാരണ പറയാറില്ല. പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് എന്ന് കണ്ടാൽ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് വോളിയം ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ബാക്കിയുള്ള നിങ്ങളൊക്കെ സ്ട്രോക്ക് വോളിയം ഉണ്ട്, കാരണം സ്ട്രോക്കിന് സെപ്പറേറ്റ് അർത്ഥമുണ്ട്. ദെൻ സ്വെപ്റ്റ് വോളിയം ഉണ്ട്. പക്ഷെ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് വോളിയം എന്ന് എടുത്തു പറയേണ്ട ആവശ്യം വരാറില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് എന്ന് കാണും. അത് കണ്ടാൽ എന്ന് മനസ്സിലാക്കുക, അത് വോളിയം ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ 3 വോളിയം ആരാണെന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത്. ആദ്യം നമുക്ക് ടോട്ടൽ വോളിയം, അല്ലെ ആദ്യം ക്ലിയറൻസ് വോളിയം നോക്കാം. നമ്മൾ വരച്ച ഫിഗർ പ്രകാരം ഇവിടെയാണല്ലോ പിസ്റ്റൺ നിൽക്കുന്നത്. ക്ലിയറൻസ് വോളിയം എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ ക്ലിയറൻസ്. നമ്മൾ പറഞ്ഞില്ലേ സിലിണ്ടറിന്റെ ഹെഡ്, തല പോയി ഇടിക്കാനായിട്ട്, പിസ്റ്റൺ പോയി ഇടിക്കാനായിട്ട് പാടില്ല. പകരം ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടേക്കും, ഒരു ക്ലിയറൻസ് ഇട്ടേക്കും. ആ ക്ലിയറൻസിൽ ഒക്യുപ്പൈ ചെയ്യുന്ന ആ വോളിയം ആണത് ക്ലിയറൻസ് വോളിയം. ഈ വോളിയം ഞാൻ VC എന്ന് മാർക്ക് ചെയ്തു. ബൈ ഡെഫിനിഷൻ എങ്ങനെ പറയാം? പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെന്റർ അഥവാ TDCയിൽ നിൽക്കുമ്പോ ആ പിസ്റ്റന്റെ തലക്ക് മുകളിൽ, അതായത് സിലിണ്ടർ ഹെഡിന്റെ താഴെയായിട്ട് പിസ്റ്റന്റെ തലക്ക് മുകളിൽ കാണുന്ന ആ വോളിയം ആരാണ്? ക്ലിയറൻസ് വോളിയം. അല്ലെങ്കിൽ പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെന്ററിൽ നിൽക്കുമ്പോൾ പിസ്റ്റന്റെ മുകൾ ഭാഗവും സിലിണ്ടർ ഹെഡിന്റെയും ഇടയിൽ ഒക്യുപ്പൈ ചെയ്യുന്ന ആ വോളിയത്തെ വിളിക്കുന്ന പേരാണെന്ത്? ക്ലിയറൻസ് വോളിയം. ഓക്കെ, വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കളർ മാറ്റി കാണിക്കാം. ഈ വോളിയമാണ് നമ്മൾ പറഞ്ഞ ക്ലിയറൻസ് വോളിയം. അങ്ങനെയാണെങ്കിൽ ആരാണ് സ്വെപ്റ്റ് വോളിയം? അടുത്ത ആളെ നോക്കാം. ആരാണ് സ്വെപ്റ്റ് വോളിയം? നോക്കിയേ, സ്വെപ്റ്റ് വോളിയം അല്ലെങ്കിൽ അടുത്ത പേരെന്താണ്? സ്ട്രോക്ക് വോളിയം അല്ലെ. സ്ട്രോക്ക് വോളിയം എന്ന് പറയുമ്പോൾ സ്ട്രോക്ക് ആയിട്ട് ബന്ധപ്പെട്ടാണല്ലേ. അതായത് പിസ്റ്റൺ ഇതുപോലെ TDCയിൽ നിന്നും BDCയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ സിലിണ്ടറിൽ കടന്നു പോകുന്ന, അല്ലെങ്കിൽ ആ സിലിണ്ടറിന്റെ എന്താണ് സ്വീപ്പ് ചെയ്ത് പോകുന്ന ഒരു വോളിയം ഉണ്ട്. അതാണ് എന്ത്? സ്ട്രോക്ക് വോളിയം. അതായത് ആ സ്ട്രോക്ക് മൂവ്മെന്റില് ആ പിസ്റ്റൺ കവർ ചെയ്യുന്ന ഒരു വോളിയം ഉണ്ട്. അതാണ് എന്ത്? സ്ട്രോക്ക് വോളിയം അഥവാ സ്വെപ്റ്റ് വോളിയം എന്ന് വിളിക്കുന്ന ആള്. അപ്പൊ ആ വോളിയം ഏതായിരിക്കും? ഞാൻ ജസ്റ്റ് വീണ്ടും ഒന്ന് മറ്റൊരു കളറിൽ മാർക്ക് ചെയ്യാം. ഇതായിരിക്കും ആ വോളിയം. പിസ്റ്റന്റെ TDCയുടെയും BDCയുടെയും ഇടയിൽ നമ്മൾ കാണുന്ന വോളിയമാണെന്ത്? നമ്മളയാളെ സ്വെപ്റ്റ് വോളിയം എന്നുള്ള പേരിട്ട് വിളിക്കാം. അല്ലെങ്കിൽ സ്വെപ്റ്റ് വോളിയം, അല്ലെങ്കിൽ സ്ട്രോക്ക് വോളിയം, അല്ലെങ്കിൽ പിസ്റ്റൺ മൂവ് ചെയ്യല്ലേ, പിസ്റ്റൺ ഡിസ്പ്ലേസ് ചെയ്യല്ലേ, പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ആരാണ് ടോട്ടൽ വോളിയം? ആരാണ് ടോട്ടൽ വോളിയം? ഈ ക്ലിയറൻസ് വോളിയത്തിന്റെയും ഈ സ്വെപ്റ്റ് വോളിയത്തിന്റെയും സമ്മാണ് ടോട്ടൽ വോളിയം. മനസ്സിലായോ?
പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെന്ററിൽ നിൽക്കുമ്പോൾ ആളുടെ മുകളിൽ ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയമാണ് ക്ലിയറൻസ് വോളിയം. പിസ്റ്റൺ സ്വീപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ട്രോക്കിന് വേണ്ടി ആൾ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ സ്വീപ്പ് ചെയ്യപ്പെട്ട വോളിയമാണ് സ്ട്രോക്ക് വോളിയം അല്ലെങ്കിൽ സ്വെപ്റ്റ് വോളിയം അല്ലെങ്കിൽ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ഈ രണ്ട് വോളിയത്തെയും സമ്മ് ചെയ്താൽ കിട്ടുന്നതാണ് എഞ്ചിന്റെ ടോട്ടൽ ആ സിലിണ്ടറിന്റെ ടോട്ടൽ വോളിയം. എഞ്ചിന്റെ ടോട്ടൽ വോളിയം എന്ന് പറയാൻ പറ്റില്ല, വ്യത്യാസം കൊണ്ട് പറഞ്ഞുതരാം. ഇവിടെ സിലിണ്ടറിന്റെ ഒരു സിലിണ്ടറിന്റെ കഥയല്ലേ പറയുന്നുള്ളൂ, സിലിണ്ടറിന്റെ ടോട്ടൽ വോളിയം. ഓക്കെ, ഇനി ഒന്ന് പോയി നോക്കാം, ഡെഫിനിഷനൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് വരച്ചൊക്കെ നോക്കാം കേട്ടോ. വരച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അവിടെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. വെറുതെ ബൈ ഹാർട്ട് ചെയ്യുന്ന ബുദ്ധിമുട്ടായിരിക്കും. സ്വെപ്റ്റ് വോളിയം എന്ന് നോക്കിയാൽ എന്താ സ്വെപ്റ്റ് വോളിയം? വോളിയം സ്വെപ്റ്റ് ബൈ ദ എഞ്ചിൻ പിസ്റ്റൺ ഡ്യൂറിങ് വൺ സ്ട്രോക്ക്. ഒരു സ്ട്രോക്കിന്റെ സമയത്ത്, ഒരു സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നോക്കിയേ, ഇവിടെ ടി ഡി സി, ഇവിടെ ബി ഡി സി, രണ്ട് പോയിന്റുകൾ ഇവിടെ ഇവിടെ ഉണ്ട് അല്ലെ? അപ്പോ ഈ രണ്ട് പോയിന്റുകളുടെ ഇടയിൽ ഒരു തവണ പിസ്റ്റൺ ടി ഡി സിന്ന് ബി ഡി സിയിലേക്ക് പോയാൽ ഒരു സ്ട്രോക്കായി. സിമിലർലി ടി ഡി സി ബി ഡി സിയിൽ താഴെ നിൽക്കുന്ന പിസ്റ്റൺ ഒരു തവണ മൂവ് ചെയ്ത് ടി ഡി സി വരെ എത്തുമ്പോൾ ഒരു സ്ട്രോക്കായി. രണ്ട് രീതിയിലും പറയാം. ടി ഡി സിന്ന് ബി ഡി സിയിലേക്ക് വരുന്നത് ഒരു സ്ട്രോക്കാണ്. ബി ഡി സിന്ന് ടി ഡി സിയിലേക്ക് മൂവ് ചെയ്യുന്നത് എന്താണ്? അതും ഒരു സ്ട്രോക്കാണ്. ഓക്കെ, അതാ പറയുന്നത് വോളിയം സ്വെപ്റ്റ് ബൈ ദ എഞ്ചിൻ പിസ്റ്റൺ ഡ്യൂറിങ് വൺ സ്ട്രോക്ക്. ഒരു സ്ട്രോക്കിന്റെ സമയത്ത് ഇതിന്റെ ഇടയിൽ പിസ്റ്റൺ എത്ര വോളിയത്തെ എന്താണ് സ്വീപ്പ് ചെയ്തു, സെപ്റ്റ് ചെയ്തു, അതിന് വിളിക്കുന്ന പേരാണെന്ത്? സെപ്റ്റ് വോളിയം. സാധാരണ ഇതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു എഞ്ചിൻ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ, സിലിണ്ടർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മാറ്റങ്ങളൊന്നുമില്ല. കാരണം എന്താ? ആ ബോർ ഡയാമീറ്റർ ഡി എന്ന് വിളിക്കുന്ന ആള് അതുപോലെ തന്നെ ഉണ്ടാവും അല്ലെ? ഈ പറയുന്ന സ്ട്രോക്ക് ലെങ്ത് എൽ എന്ന് പറയുന്ന ആള് അതും അതുപോലെ തന്നെ ഉണ്ടാവും. ഒരു സിലിണ്ടറിന്റെ വോളിയം പണ്ട് മുതലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് πr²h എന്ന അല്ലെ? അല്ലെങ്കിൽ കോമൺ ആയിട്ട് എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻ ഒക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവാൻ സാധ്യത π/4d² എന്നാണ്. π/4d²L. ഇതാണ് സെപ്റ്റ് വോളിയത്തിന്റെ ഇക്വേഷൻ. ഇത് മാറില്ല. നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് മാറില്ല. കാരണം എന്താണ്? സിലിണ്ടറിന്റെ ബോർ ഡയമീറ്റർ ഇടക്ക് മാറുമോ? മാറുന്നില്ല. ദെൻ സ്ട്രോക്ക് ആ ലെങ്ത് മാറുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ സെപ്റ്റ് വോളിയം അത് തന്നെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്താലും നമ്മൾ അവിടെ കൺസിഡർ ചെയ്യാറുള്ളൂ. π/4d². ഡി ആരാണ്? ബോർ. എൽ ആരാണ്? സ്ട്രോക്ക്. ദെൻ ക്ലിയറൻസ് വോളിയം നോക്കിയേ. പിസ്റ്റൺ എവിടെ വെക്കണം? ടി ഡി സിയിൽ നിൽക്കുമ്പോൾ അല്ലെ? ടി ഡി സിയിൽ നിൽക്കുമ്പോൾ അതിന്റെ മുകളിൽ കാണുന്ന വോളിയം. It is the space in the cylinder when the piston is at the top dead center. പിസ്റ്റൺ എന്ന് പറയുന്ന പിസ്റ്റൺ എന്ന് പറയുന്ന ടോപ്പ് ഡെഡ് സെന്ററിൽ നിൽക്കുമ്പോൾ അവിടെ അതിന്റെ മുകളിലേക്ക് കാണപ്പെടുന്ന വോളിയത്തെ വിളിക്കുന്ന പേരാണെന്ത്? ക്ലിയറൻസ് വോളിയം. എന്താണ് ടോട്ടൽ വോളിയം? ക്ലിയറൻസ് വോളിയത്തിന്റെയും സെപ്റ്റ് വോളിയത്തിന്റെയും സമ്മാണെന്ത്? ടോട്ടൽ വോളിയം നമ്മൾ പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾ വായിക്കുമ്പോ മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് വീണ്ടും ഒന്ന് പറയുന്നത്. അപ്പൊ റിവിഷൻ മോഡൽ ആയിക്കോളും. ഇപ്പൊ ആദ്യമായിട്ട് എഞ്ചിൻ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ കുറച്ച് ബോർ അടിക്കുകയും ചെയ്യും. കാരണം എന്താണ്? ഏറ്റവും ലോ ലെവലിൽ ഒന്നും അറിയാത്ത ഒരാൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് പറയുന്നത്. ഇതിലേക്ക് മുകളിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ഹയർ ലെവലിലേക്ക് കയറുമ്പോൾ ബോറിലേക്ക് മാറും. ഓക്കെ, അടുത്താണ് സിലിണ്ടർ വോളിയം പറഞ്ഞല്ലോ. ഇറ്റ് ഈസ് ദ സം ഓഫ് സെപ്റ്റ് വോളിയം ആൻഡ് ക്ലിയറൻസ് വോളിയം. നിങ്ങൾ ആ ഫിഗർ, ഞാൻ ഒരു ഫിഗർ ഒക്കെ വരച്ച് കാണിച്ചില്ലേ? നിങ്ങൾ അതുപോലെ സ്വന്തമായിട്ട് ഒരു 2-3 തവണ ഒരു സിലിണ്ടർ ഒക്കെ വരച്ചിട്ട് അതിൽ ടി ഡി സി മാർക്ക് ചെയ്യണം, ബി ഡി സി മാർക്ക് ചെയ്യണം, സ്ട്രോക്ക് മാർക്ക് ചെയ്യണം, ബോർ മാർക്ക് ചെയ്യണം, വോളിയംസ് നമ്മൾ പറഞ്ഞ 3 വോളിയം ഇല്ലേ, അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു അരമണിക്കൂറുകൊണ്ടോ 3/4 മണിക്കൂറുകൊണ്ടോ പറഞ്ഞൊപ്പിച്ച സാധനങ്ങൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത വരുന്ന ഒരാളാണ് കംപ്രഷൻ റേഷ്യോ. വെരി വെരി ഇമ്പോർട്ടന്റ്. കംപ്രഷൻ റേഷ്യോ എന്താണ്? കംപ്രഷൻ റേഷ്യോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സാധാരണ R വെച്ചാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. യൂണിവേഴ്സിൽ അങ്ങനെയൊന്നും നിർബന്ധവുമില്ല, വേറെ ബുക്കിൽ വേറെ ഒക്കെ കാണാം. എന്നാലും നോർമലി ഏറ്റവും കൂടുതൽ കാണുന്ന കംപ്രഷൻ റേഷ്യോന്റെ ഡിനോട്ട് ചെയ്ത ടേം എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ R ആണ്. സിലിണ്ടറിന്റെ ടോട്ടൽ വോളിയം പഠിച്ചല്ലോ. സിലിണ്ടറിന്റെ ടോട്ടൽ വോളിയം ഡിവൈഡഡ് ബൈ അതേ സിലിണ്ടറിന്റെ ക്ലിയറൻസ് വോളിയം. ടോട്ടൽ വോളിയം ബൈ ക്ലിയറൻസ് വോളിയം ആണത് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇയാളെ എനിക്കൊന്ന് മാറ്റി എഴുതാലോ. ടോട്ടൽ വോളിയം വെച്ചാൽ നമ്മൾ എന്താ പഠിച്ചേ? സെപ്റ്റ് വോളിയം. അത് തന്നെയാണ് ആര്? സ്ട്രോക്ക് വോളിയം. അത് തന്നെയാണ് ആര്? പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ്. പ്ലസ് ക്ലിയറൻസ് വോളിയം. ശരിയല്ലേ? ടോട്ടൽ വോളിയം എന്ന് വെച്ചാൽ സ്ട്രോക്ക് വോളിയത്തിന്റെ ക്ലിയറൻസ് വോളിയത്തിന്റെ സമ്മാണെന്നല്ലേ പഠിച്ചേ? ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയം. ഇത് വെച്ച് ഒരു പ്രോബ്ലം ഒക്കെ വരാൻ പ്രാർത്ഥിക്കുക. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒറ്റ സാധനം അറിഞ്ഞാൽ മതി. ടോട്ടൽ വോളിയം ബൈ ക്ലിയറൻസ് വോളിയം അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പ്രോബ്ലം വന്നാൽ തിരിഞ്ഞോടരുത്, എളുപ്പമായിരിക്കും. സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇറ്റ് ഈസ് ദ റേഷ്യോ. കംപ്രഷൻ റേഷ്യോ ഇസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ സിലിണ്ടർ വോളിയം ടു ക്ലിയറൻസ് വോളിയം. അഥവാ R ഈസ് ഈക്വൽ ടു V/VC എന്ന് എനിക്ക് പറയാം. ഒരിക്കലും മറക്കരുത്.
ദെൻ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കൺസെപ്റ്റ് തന്നെ പറയാം, പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു സാധനമാണ് എഞ്ചിൻ കപ്പാസിറ്റി. അപ്പൊ ഞാൻ അതൊന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഓക്കെ, എന്റെ കയ്യിലൊരു എഞ്ചിൻ ഉണ്ട്, ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ ആണെന്ന് വിചാരിക്കുക. ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ, ട്വിൻ സിലിണ്ടർ എഞ്ചിൻ, 3 സിലിണ്ടർ എഞ്ചിൻ, 4 സിലിണ്ടർ എഞ്ചിൻ, 6 സിലിണ്ടർ എഞ്ചിൻ, 8 സിലിണ്ടർ എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞിട്ട് സിലിണ്ടറിന്റെ എണ്ണം വെച്ചിട്ട് എഞ്ചിനെ ക്ലാസിഫൈ ചെയ്യാം. എഞ്ചിന്റെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞില്ലേ, അതിലൊരു ക്ലാസിഫിക്കേഷൻ നമ്പർ ഓഫ് സിലിണ്ടർ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. സാധാരണ നമ്മളൊക്കെ വീട്ടിൽ കാണുന്ന ഒരു സ്കൂട്ടർ, ഇപ്പൊ പ്ലഷർ അല്ലെങ്കിൽ ഒരു സ്കൂട്ടി അല്ലെങ്കിൽ ഒരു ബൈക്ക്, സാധാരണ എന്താണ്, അതൊക്കെ സിംഗിൾ സിലിണ്ടർ എഞ്ചിൻസ് ആണ്. ഒറ്റ സിലിണ്ടർ ആണ് അത് കാണുള്ളൂ, കാരണം ആ ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്കത് മതി അങ്ങനത്തെ വാഹനങ്ങൾ. പക്ഷെ കാർ പോലുള്ള വാഹനങ്ങളിലേക്ക് വരുമ്പോൾ അത് 3 സിലിണ്ടർ ആവും, 4 സിലിണ്ടർ ആവും. ഹെവി വാഹനങ്ങളിലേക്ക് വരുമ്പോൾ അത് 6 സിലിണ്ടർ ആവും, 8 സിലിണ്ടർ ആവും. അങ്ങനെ കൂടുതൽ പവർ ഉത്പാദിപ്പിക്കേണ്ട സാഹചര്യങ്ങളിൽ കൂടുതൽ നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് അവിടെ ഉൾപ്പെടുന്നതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഒന്നിലധികം സിലിണ്ടേഴ്സ് ഉണ്ടെങ്കിൽ പേര് പോലെ തന്നെ മൾട്ടി സിലിണ്ടർ എഞ്ചിൻസ് എന്ന് വിളിക്കും. 2 സിലിണ്ടർ എഞ്ചിൻ ആണെങ്കിൽ മൾട്ടി സിലിണ്ടർ ആണ്, 3 സിലിണ്ടർ എഞ്ചിൻ ആണെങ്കിലും മൾട്ടി സിലിണ്ടർ ആണ്. അതിന്റെ മുകളിലേക്ക് എത്ര സിലിണ്ടർ വന്നാലും നമ്മൾ കോമൺ ആയിട്ട് എന്ത് പേരിൽ വിളിക്കും, മൾട്ടി സിലിണ്ടർ എഞ്ചിൻ എന്ന് വിളിക്കും. തൽക്കാലം അത്ര മനസ്സിലാക്കി. അപ്പൊ എന്റെ കയ്യിലുള്ള എഞ്ചിനെ അത് സിംഗിൾ സിലിണ്ടർ ആണെന്ന് വിചാരിക്കാം. മനസ്സിൽ വെക്കാൻ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എഞ്ചിൻ കപ്പാസിറ്റിയെ കുറിച്ചാണ്. ഇനി ഒരിക്കലും ഞാൻ ഈ ഡെഫിനിഷനും കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം എഞ്ചിൻ കപ്പാസിറ്റിയിൽ ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. ആ രീതിയിൽ നമ്മൾ പറഞ്ഞൊപ്പിക്കുകയാണ്. എന്റെ കയ്യിലൊരു സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ ഉണ്ട് അല്ലെ. നമ്മൾ 3 വോളിയം പഠിച്ചു കഴിഞ്ഞു, ടോട്ടൽ വോളിയം, ക്ലിയറൻസ് വോളിയം, സെപ്റ്റ് വോളിയം അല്ലെ. ഒരു എഞ്ചിന്റെ കപ്പാസിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഇതിൽ ഒരു വോളിയം, ഒരൊറ്റ വോളിയം മാത്രമാണ് എഞ്ചിന്റെ കപ്പാസിറ്റി ആയിട്ട് ബന്ധമുള്ളത്. മനസ്സിൽ വെക്കുക, അത് സെപ്റ്റ് വോളിയം ആണ്. സെപ്റ്റ് വോളിയത്തിന് 3 പേരുണ്ട്, സെപ്റ്റ് വോളിയം, സ്ട്രോക്ക് വോളിയം, പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, 3 വോളിയത്തിൽ ഒറ്റൊരാൾക്ക് മാത്രമാണ് നമ്മൾ എഞ്ചിൻ കപ്പാസിറ്റി ആയിട്ട് ബന്ധപ്പെടുത്തി പറയാറുള്ളത്. അപ്പൊ എന്താണെന്ന് പറയാം കേട്ടോ. അപ്പോ ഈ ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിന്റെ സ്ട്രോക്ക് വോളിയം ഇതാണ് TDC, ഇതാണ് BDC എങ്കിൽ ഇതിന്റെ അകത്ത് വരുന്ന വോളിയം ആണെന്ത്, സെപ്റ്റ് വോളിയം അല്ലെങ്കിൽ സ്ട്രോക്ക് വോളിയം. ഓക്കെ, ഈ ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിനെ സംബന്ധിച്ചിട്ട് VS എന്നാട്ടോ, VS. ഈ ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾ അളന്ന് നോക്കിയപ്പോൾ കിട്ടുക സ്ട്രോക്ക് വോളിയം ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇയാളുടെ എഞ്ചിൻ കപ്പാസിറ്റി. കാരണം ഒറ്റ സിലിണ്ടറേ ഉള്ളൂ, ഇനി വേറെ സിലിണ്ടർ നോക്കേണ്ട ആവശ്യമില്ല. അതേസമയം ഇതുപോലെ ഒരു സിലിണ്ടർ കൂടി ഉണ്ടായിരുന്നില്ല, ഒരേ വലിപ്പമുണ്ടോ, സിലിണ്ടർക്ക് ഒരേ വലിപ്പമായിരിക്കും, ഞാൻ വരക്കുമ്പോൾ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പൊ ഇവിടെയും അതുപോലെ തന്നെ ഒരു സ്ട്രോക്ക് വോളിയം കിട്ടും. TDCയുടെയും BDCയുടെയും ഇടയിൽ വീണ്ടും ഇതേ അളവിൽ സ്ട്രോക്ക് VS സ്ട്രോക്ക് വോളിയം കിട്ടും അല്ലെ. ഇങ്ങനെ 2 സിലിണ്ടർ എഞ്ചിൻ ആണെങ്കിൽ എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, ഈ 2 സിലിണ്ടർ എഞ്ചിന്റെ എഞ്ചിൻ കപ്പാസിറ്റി എത്രയാണ്? ഒരു സിലിണ്ടറിന്റെ സ്ട്രോക്ക് വോളിയം എനിക്കറിയാം, അത് തന്നെയായിരിക്കും അടുത്ത സിലിണ്ടറിന്റെ സ്ട്രോക്ക് വോളിയം. ഞാൻ എന്ത് പറയും, ഇതിന്റെ എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു അയാളുടെ ഒരു സിലിണ്ടറിന്റെ സ്ട്രോക്ക് വോളിയം ആണെന്ന് പറയും. വീണ്ടും ഒരു സിലിണ്ടർ കൂടി ആഡ് ചെയ്ത് എന്നോട് ചോദിക്കുകയാണ്, ഈ 3 സിലിണ്ടർ എഞ്ചിന്റെ എഞ്ചിൻ കപ്പാസിറ്റി എത്രയാണ്? ഞാൻ എന്ത് പറയും, അയാളുടെ എഞ്ചിൻ കപ്പാസിറ്റി 3 ഇൻറ്റു സ്ട്രോക്ക് വോളിയം ആണെന്ന് പറയും. എന്ന് പറഞ്ഞാല് ഓരോ സിലിണ്ടറിന്റെയും സ്ട്രോക്ക് വോളിയം ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കുക, ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ സിലിണ്ടറിന്റെയും വലിപ്പം സെയിം ആയതുകൊണ്ട്, സ്ട്രോക്ക് വോളിയം സെയിം ആയതുകൊണ്ട് എനിക്ക് അവിടെ എന്ത് ചെയ്താൽ മതി, എത്ര നമ്പർ ഓഫ് സിലിണ്ടർ ഉണ്ടോ ഇൻറ്റു ഒരു സിലിണ്ടറിന്റെ സ്ട്രോക്ക് വോളിയം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ എഞ്ചിന്റെ കപ്പാസിറ്റി കിട്ടും. പിടികിട്ടിയാ? ഇവിടെ കൺഫ്യൂഷൻ വരുന്നത്, പഠിച്ചു വരുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ, സ്വന്തമായിട്ട് ചിന്തിക്കുമ്പോൾ കൺഫ്യൂഷൻ വരാൻ പോകുന്നത് എഞ്ചിൻ കപ്പാസിറ്റി ടോട്ടൽ വോളിയം വെച്ച് പറയണോ, ക്ലിയറൻസ് വോളിയം പൊതുവെ മനസ്സിൽ വരില്ല, ടോട്ടൽ വോളിയം വെച്ച് പറയണോ അല്ലെങ്കിൽ അയാളുടെ സെപ്റ്റ് വോളിയം വെച്ച് പറയണോ? കൺഫ്യൂഷൻ അടിക്കരുത്. സെപ്റ്റ് വോളിയം വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയേണ്ടത്, നമ്മൾ എഞ്ചിൻ കപ്പാസിറ്റി പറയേണ്ടത്. ഇനി നിങ്ങളൊന്ന് നോക്കിയേ, എഞ്ചിൻ കപ്പാസിറ്റി ഈസ് ദി എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. സ്ട്രോക്ക് വോളിയത്തിന്റെ മറ്റൊരു പേരെന്താണ്, പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. അപ്പൊ എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇയാളുടെ സ്ട്രോക്ക് വോളിയം 3 സിലിണ്ടർ ആണെങ്കിൽ ഇയാളുടെ സ്ട്രോക്ക് വോളിയം അല്ലെങ്കിൽ ഇയാളുടെ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് ഇയാളുടെ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് ഇയാളുടെ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ്, അതായിരിക്കും എന്ത്, എഞ്ചിന്റെ മൊത്തത്തിലുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ്. അതാണ് എഞ്ചിൻ കപ്പാസിറ്റി. മനസ്സിലാക്കാട്ടോ, എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വോളിയം ആണ്. കാരണം എന്താ, ഇപ്പൊ 3 സിലിണ്ടർ എഞ്ചിൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 3 പേരെ സ്ട്രോക്ക് വോളിയം കിട്ടി, ഒരു വോളിയം അല്ലേ കിട്ടാൻ പോകുന്നത്. അപ്പൊ എഞ്ചിൻ കപ്പാസിറ്റി എന്താണ്, ഒരു വോളിയമാണ്. എഞ്ചിൻ കപ്പാസിറ്റിയെ വിളിക്കുന്ന മറ്റൊരു പേര് തന്നെയാണ് എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ്. മനസ്സിൽ വെക്കുക. ഓക്കെ, the volume swept by all the pistons of an engine in a single movement. സിംഗിൾ മൂവ്മെന്റ് എന്ന് വെച്ചാൽ ഒരു സ്ട്രോക്ക് നടക്കുന്ന സമയത്ത് ഇയാള് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോ, ഇയാൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോ, ഇയാൾ ഇങ്ങോട്ട് മൂവുമ്പോ, ഒരു സിംഗിൾ മൂവ്മെന്റിൽ, പിസ്റ്റന്റെ ഒരു സിംഗിൾ മൂവ്മെന്റില് അവിടെ എത്ര സ്വെപ്റ്റ് വോളിയം അവിടെ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം കൂടി കൂട്ടിയാൽ അതായിരിക്കും എന്ത്, എഞ്ചിൻ കപ്പാസിറ്റി.
അല്ലെങ്കിൽ എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ്. മനസ്സിലാവുകയായിരിക്കണം. ഈ പറഞ്ഞ ഡെഫിനിഷൻ ആണ് ഞാൻ ഇവിടെ ഫിഗർ വരച്ചിട്ട് പറഞ്ഞത്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ ആണെങ്കിൽ അവിടെ നമ്മൾ സെപ്റ്റ് വോളിയം എന്ന് പറയുന്നതും എഞ്ചിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് സെയിം ആണ്. കാരണം വേറെ ആഡ് ചെയ്യാനില്ല. നമ്പർ ഓഫ് സിലിണ്ടർ എത്രയാണ്? 1 ഇൻറ്റു സെപ്റ്റ് വോളിയം ഓഫ് 1 സിലിണ്ടർ എത്രയാണ്? VS അല്ലെ? അത് തന്നെ കിട്ടുക. പക്ഷെ 2 സിലിണ്ടർ ആകുമ്പോൾ 2 ഇൻറ്റു VS വരും. 3 സിലിണ്ടർ ആകുമ്പോൾ എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ് 3 ഇൻറ്റു VS വരും. വോളിയം ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും യൂണിറ്റ് വോളിയത്തിന്റെ ആയിരിക്കും. ലിറ്ററിൽ പറയാറുണ്ട്. നിങ്ങൾ ചില കാറുകളിലൊക്കെ പുറകിൽ എഴുതി നോക്കിക്കഴിഞ്ഞാൽ 1.2 ലിറ്റർ എഞ്ചിൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 1.2 L എന്നൊക്കെ കാണാനായിട്ട് പറ്റും, ലിറ്റർ എന്ന് കാണാൻ പറ്റും. അപ്പോ അതെന്താ ഉദ്ദേശിക്കുന്നത്? 1.2 ലിറ്റർ എന്ന് എന്താ ഉദ്ദേശിക്കുന്നത്? ആ വാഹനത്തിന്റെ, ആ കാറിന്റെ എഞ്ചിൻ കപ്പാസിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അയാളെ CC എന്ന് കേട്ടിട്ടുണ്ടാവുന്നത്. CC ക്യൂബിക് സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയൂലേ ആളെ, ക്യൂബിക് സെന്റിമീറ്റർ അല്ലെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ CC എന്ന് പറയാറുണ്ട്. CC ഇത്ര CC എഞ്ചിൻ, 1200 CC എഞ്ചിൻ, 100 CC എഞ്ചിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ എഞ്ചിൻ കപ്പാസിറ്റിയെ സൂചിപ്പിക്കുന്ന നൊട്ടേഷൻസ് അല്ലെങ്കിൽ യൂണിറ്റുകളാണ്. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ആള് ആരാണ്? സൈക്കിൾ. ഈ സൈക്കിളിന്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും അടുത്ത ക്ലാസ്സുകളൊക്കെ നമുക്ക് പഠിക്കേണ്ട 4 സ്ട്രോക്ക് എഞ്ചിനും 2 സ്ട്രോക്ക് എഞ്ചിനും ഒക്കെ വരാനായിട്ട് പോകുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാല് കുറച്ച് സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ആണ്. തോന്നിയ പോലെ അല്ല നടക്കുന്നേ. ഇൻ എ പർട്ടിക്കുലർ സീക്വൻസ്, കറക്റ്റ് ഒരു സീക്വൻസിൽ നടക്കുന്ന ഒരു സെറ്റ് ഓഫ് ഓപ്പറേഷൻസിനെ വിളിക്കുന്ന പേരാണ് സൈക്കിൾ. ഏതാണ് സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ചോദിച്ചു കഴിഞ്ഞാല് സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സ്പാൻഷൻ. അതായത് നമ്മൾ ഇനി എഞ്ചിൻസിന്റെ വർക്കിംഗ് 2 സ്ട്രോക്ക് 4 സ്ട്രോക്കിന്റെ ഒക്കെ വർക്കിംഗ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇയാളെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ കഷ്ടപ്പെട്ട് ബൈഹാർട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഓരോ ക്ലാസ് മുന്നോട്ട് പോകുന്തോറും നിങ്ങൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി തൊട്ട് മുന്നത്തെ ക്ലാസ് ബൈഹാർട്ടായി പൊക്കോളും. ഓട്ടോമാറ്റിക്കലി വരും. എഞ്ചിന്റെ ഒരു പ്രത്യേക കണക്ഷനാ. നിങ്ങൾ ഇവിടെ ആദ്യമായിട്ട് കേൾക്കുന്ന ആള് സക്ഷൻ അറിയില്ല, കംപ്രഷൻ അറിയില്ല, പവർ അറിയില്ല, എക്സ്പാൻഷൻ എന്താണെന്ന് അറിയില്ല, എക്സോസ്റ്റ് എന്താണെന്ന് അറിയില്ല അല്ലെ? ഇവിടെ എക്സോസ്റ്റ് പവറിനെ തന്നെയാണ് എക്സ്പാൻഷൻ എന്ന് പറയാം. ലാസ്റ്റ് വരുന്നതാണ് എക്സോസ്റ്റ്. ഇതെങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കും? സക്ഷൻ ആണോ ആദ്യം, കംപ്രഷൻ ആണോ ആദ്യം, അവസാനം വരുന്ന എക്സോസ്റ്റ് ആണോ, പവർ ആണോ? ഒരു പിടിയില്ല അല്ലെ? നിങ്ങൾ ആ എഞ്ചിന്റെ വർക്കിംഗ് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന സക്ഷനും കംപ്രഷനും പവറും എക്സോസ്റ്റും ഒന്നും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതായത് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടല്ലോ, അത് നിങ്ങൾ കഷ്ടപ്പെട്ട് ബൈഹാർട്ട് ചെയ്യണ്ട. അത് അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് കിട്ടും? അടുത്ത ക്ലാസ് പഠിക്കുമ്പോൾ ഈ ക്ലാസ്സിൽ കിട്ടാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇപ്പൊ ഞാൻ ആദ്യം ക്ലാസ് ചെയ്തില്ലേ 4 സ്ട്രോക്ക് എഞ്ചിൻ അറിയില്ല. നിങ്ങൾക്ക് അറിയില്ല ഇപ്പൊ എന്താണ് 4 സ്ട്രോക്ക് എഞ്ചിൻ ഡിഫൈൻ ചെയ്യാം, അറിയില്ല. കഷ്ടപ്പെട്ട് പഠിക്കേണ്ട, പുറകെ വരും. സൈക്കിൾ ഞാൻ പറഞ്ഞു, എന്താണ് എഞ്ചിന്റെ അകത്ത് പവർ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പ്രവർത്തിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഓപ്പറേഷൻസിന്റെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് സൈക്കിൾ എന്ന് പറയുന്നത്. ആരൊക്കെയാണ് സെറ്റ് ഓഫ് ഓപ്പറേഷൻ? അതിന്റെ സീക്വൻസ് കറക്റ്റ് ഓർഡറിൽ നോക്കിയാൽ സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്. ഇതവിടെ നിന്നോട്ടെ, നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട. അടുത്ത ക്ലാസ്സിൽ നമ്മൾ 4 സ്ട്രോക്ക് എഞ്ചിനൊക്കെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അവിടെ സംഭവം ക്ലിയർ. ഓക്കെ, ഈ ഒരു ക്ലാസ്സിൽ ഇത്രയുള്ളൂ. അപ്പൊ ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കിയേ. വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുള്ളൂ, പക്ഷെ ഒരുപാട് സമയം നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തിനാണ് സമയം എടുത്തത് വെച്ച് കഴിഞ്ഞാല് എഞ്ചിൻ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഹീറ്റ് എഞ്ചിൻ എന്താണെന്ന് പറഞ്ഞു. ഹീറ്റിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവെർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ്. ദെൻ ഹീറ്റ് എഞ്ചിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. IC എഞ്ചിൻ, ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ, എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ. അതിൽ എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിനെ ഇവിടെ വെച്ച് നമ്മൾ ഉപേക്ഷിച്ചു. ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുമായിട്ട് മുന്നോട്ട് പോയി. വീണ്ടും ഒരുപാട് ക്ലാസിഫിക്കേഷൻ നമ്പർ ഓഫ് സ്ട്രോക്കിന്റെ അടിസ്ഥാനത്തിൽ, തെർമോഡൈനാമിക് സൈക്കിളിന്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ എന്തെന്ന് കാണുകയാണ്. ഇതിന് ഓരോ ടേംസ് പറഞ്ഞു. എന്താണ് ബോർ, എന്താണ് TDC, എന്താണ് BDC, എന്താണ് സ്ട്രോക്ക്, പിന്നെ പല ടൈപ്പ് വോളിയം അല്ലെ? സെപ്റ്റ് വോളിയം, ക്ലിയറൻസ് വോളിയം, ടോട്ടൽ വോളിയം. അതിന്റെ ചോട് പിടിച്ച് വരുന്ന ഒരു ടേം കംപ്രഷൻ റേഷ്യോ. ആരാണ്? ടോട്ടൽ വോളിയം ബൈ ക്ലിയറൻസ് വോളിയം. വീണ്ടും മുന്നോട്ട് പോയപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പലർക്കും കൺഫ്യൂഷൻ അടുപ്പിക്കുന്ന ഒരു ടേം നമ്മൾ കണ്ടു, എഞ്ചിൻ കപ്പാസിറ്റി അല്ലെങ്കിൽ എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതാണ്. ദെൻ നമ്മൾ എന്താണ് ഒരു സൈക്കിൾ എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ നമുക്ക് അടുത്തൊരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ക്ലാസിന്റെ അടുത്ത ക്ലാസിന്റെ കൂടി MCQs കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ തൽക്കാലം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.